നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. ഗ്രാമത്തിലേക്കെന്ന നാട്യത്തിൽ ഇവിടെ നിന്നിറങ്ങി. ബെഹൻ മുഖം പതുക്കെ ഉയർത്തി. കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുത്തശ്ശി അതു കാണാൻ കൂട്ടാക്കിയില്ല. പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കുക തന്നെ ചെയ്തു. എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യാൻ നീ ഒരുങ്ങുന്നു. അതു പാടില്ല. ബെഹൻ മുഖം കുനിച്ചു. കണ്ണീർത്തുള്ളികൾ ഒറ്റച്ചേലയുടെ മടക്കുകളിൽ ഇറ്റുവീണു. മീരാ മുത്തശ്ശി തുടർന്നു. നീ ഇവിടെ ജനിച്ചു വളർന്നവളാണ്. നിന്റെ അമ്മയായ ഞാനൊഴികെ ഈ ഭൂമിയിൽ നിനക്കാരുണ്ട്? ഗ്രാമത്തിൽ ആരുണ്ട്? ഭഗവാൻ അല്ലാതെ നിനക്ക് അച്ഛനും നാഥനുമില്ല. യാദവനുണ്ണിയെ നീ എന്തു ചെയ്യും? അവന് 8 വയസ്സല്ലേ ആയുള്ളൂ. നിന്നോടിതെല്ലാം 2 ദിവസം മുമ്പേ പറയണമെന്ന് കരുതിയതാണ്. സമയം കിട്ടിയില്ല. സന്ദർഭവും. ഒരു കൊച്ചുകുട്ടിയെ എന്ന പോലെ മീരാ മുത്തശ്ശി പ്രമീളയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. മീരാ മുത്തശ്ശിയുടെ കൂടെ പ്രമീള നടന്നു. അവർ കരയുന്ന കോണിപ്പടികൾ പതുക്കെ ചവിട്ടിക്കയറി എത്തിയത് കുട്ടികളുടെ കൂട്ടുതാവളത്തിലാണ്. 6 മാസം മുതൽ 8 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ ഉറങ്ങുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള ഉറക്കമാണ്. അവസാനത്തേതിൻ്റെ ഇപ്പുറത്തുള്ള മുറിയിൽ തൻ്റെ കുട്ടിയാണെന്ന് അറിയാം. അവൻ ഓരം ചെരിഞ്ഞ് കിടന്ന് നല്ല ഉറക്കമാണ്. അവന് യാദവ് എന്ന് പേരിട്ടത് മീരാ മുത്തശ്ശിയാണ്. തേജസ്വിയായ ഉണ്ണി. അവൻ്റെ ദേഹത്തിന് വെണ്ണയുടെ മിനുപ്പാണ്. തലമുടിക്ക് പട്ടിൻ്റെ മാർദ്ദവം. കണ്ണുകളിൽ കാരുണ്യത്തിൻ്റെ സമുദ്രം. ക്ലാസ്സിൽ അവൻ ഒന്നാമനാണ്. 2ാം ക്ലാസ്സിലേ ആയുള്ളൂ. അവൻ്റെ നീണ്ടുരുണ്ട കണ്ണുകളും സൗമ്യമായ ചുണ്ടും നുണക്കുഴികളും പതുത്ത ശ്വാസഗതിയും മനോഹരങ്ങൾ തന്നെ. ദുഃഖമകറ്റാൻ ഭഗവാൻ സ്വയം തൻ്റെ ഉദരത്തിൽ സദയം അവതരിച്ചിരിക്കുന്നു. കട്ടിലിൻ്റെ ഓരത്ത് മുഖമമർത്തി പ്രമീള തേങ്ങി. മീരാ മുത്തശ്ശി മകളുടെ പുറം തടവി. തെല്ലുകഴിഞ്ഞ് പ്രമീളയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കട്ടിലിൽ ഇരുത്തി. മൂർധാവിൽ ചുംബിച്ചു. എന്നിട്ടു പതുക്കെ യാദവിൻ്റെ അരികിൽ കിടത്തി. ചന്തിയിൽ നേർത്ത താളമിട്ട് വളരെ പതിഞ്ഞ ഈണത്തിൽ മീരയുടെ പ്രഭുവിനെക്കുറിച്ച് മുത്തശ്ശി പാടിത്തുടങ്ങി. പ്രമീളയുടെ തേങ്ങലുകൾ അടങ്ങി. ശ്വാസഗതി താളക്രമത്തിലായി. മീരാ മുത്തശ്ശിയുടെ മുഖത്ത് ചാരിതാർത്ഥ്യത്തിൻ്റെ പുഞ്ചിരിയുണ്ടായി.